ഹായ്, നമുക്കിന്ന് എങ്ങനെയാണ് AI ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇതുപോലത്തെ മലയാളം കണ്ടന്റ് വരുന്ന സ്റ്റണ്ണിങ് പോസ്റ്റേഴ്സുകൾ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലോ. നമ്മൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ക്രോം ഓപ്പൺ ചെയ്യാം. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കവിടെ chatgpt.com നമ്മൾ ChatGPTയിൽ പോയി കയറി കഴിഞ്ഞാൽ നമുക്കവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് പോസ്റ്ററാണ്, നമ്മളുടെ കമ്പനി എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊമോഷൻ കൊടുക്കുന്നത്, അത് എന്ത് ചെയ്യുക, ഒരു നമുക്കറിയാം. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം, ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം. ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും പ്രശ്നമില്ല. നമുക്കറിയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ പ്രോംപ്റ്റ് ആയിട്ട് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ മേക്ക് എ പ്രോംപ്റ്റ് ഫോർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോഴ്സിൻ്റെ പേര്, മറ്റുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, എനിക്ക് ടെക്സ്റ്റ് വരേണ്ടത്, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ദെൻ ലൊക്കേഷനാണ്, നമ്മുടെ ബ്രാൻഡ്. അപ്പം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അതൊരു പ്രോംപ്റ്റിന് വേണ്ടിയിട്ട് അതിനകത്ത് ജനറേറ്റ് കൊടുക്കാം. ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT തന്നെ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. ഇതാണ് എൻ്റെ ഒരു പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു പ്രൊഫഷണൽ പ്രോംപ്റ്റ് ആണ്. അപ്പോൾ ChatGPT എനിക്കൊരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഫുള്ളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, നമുക്ക് എങ്ങനെയാണോ വേണ്ടത്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടോ എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ദെൻ താഴെ കുറച്ച് സജഷൻസ് ഉണ്ടായിരിക്കും, നമുക്ക് കുറച്ചും കൂടെ മിനിമൽ ആണോ വേണ്ടത്, ലക്ഷറി ആണോ വേണ്ടത് എന്നുള്ള സജഷൻസ് ഉണ്ടായിരിക്കും. സോ ഞാനിവിടെ ഈ ഫസ്റ്റ് ജനറേറ്റ് ചെയ്ത പ്രോംപ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് കോപ്പി ചെയ്യുന്നു. അത് മൊത്തം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മളെ പ്രോംപ്റ്റ് ഞാൻ കംപ്ലീറ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ജെമിനി AI പോകാം. Gemini.com നമ്മുടെ ഗൂഗിളിൻ്റെ ജെമിനിയിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ജെമിനി ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ടാവും. അതിൽ നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന ChatGPTയിൽ കോപ്പി ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രോംപ്റ്റ് ഉണ്ടല്ലോ, ആ പ്രോംപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ജെമിനിയിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യാം. ദെൻ താഴെ നമുക്കിവിടെ ക്രിയേറ്റ് ഇമേജ് ഉണ്ടായിരിക്കും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് നമ്മളെ നാനോ ബനാനയാണ്. ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ സൈഡിൽ വന്നിട്ട് പ്രോ എന്ന് പറയുന്ന മോഡ് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് നമുക്ക് എന്ത് ചെയ്യാം, ജനറേറ്റ് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ച് സമയം ഇവിടെ ലോഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നതാണ്. ഇപ്പം നമ്മളെ നാനോ ബനാന ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ AI ജനറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് കംപ്ലീറ്റ് അത് അനലൈസ് ചെയ്യാണ്. ഇപ്പോൾ അതിന് വേണ്ട കണ്ടൻസുകൾ, ഇമേജസ് അതെല്ലാം ഇപ്പോൾ കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളി കംപ്ലീറ്റ്ലി നമ്മളെ പ്രോംപ്റ്റ് എല്ലാം അനലൈസ് ചെയ്ത് അത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കുകൾ തുടങ്ങിയിരിക്കുന്നുണ്ട്. നമുക്കിവിടെ സൈഡിൽ തന്നെ പ്രോ ഓപ്ഷൻ അല്ലാതെ ഫാസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഫാസ്റ്റ് ആകുമ്പോൾ നമുക്ക് മലയാളം ലാംഗ്വേജ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രോ സെലക്ട് ചെയ്തത്. മലയാളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോ ആണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് മലയാളം കണ്ടൻറ്റ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇമേജ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ല, എനിക്ക് നല്ലൊരു പോസ്റ്റർ വളരെ ലിമിറ്റഡ് ടൈം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പോസ്റ്റർ നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സൈഡിൽ നമുക്ക് കാണാം ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പോസ്റ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പക്ഷേ ഇതിൻ്റെ താഴെ എനിക്കൊരു വാട്ടർമാർക്ക്, നമ്മൾ ജെമിനിയുടെ ഒരു വാട്ടർമാർക്ക് സൈഡിലായിട്ട് കാണുന്നുണ്ട് അല്ലേ. അപ്പം നമ്മളുടെ ഒരു പ്രമുഖ സിനിമയ്ക്കകത്ത് ഇങ്ങനെ വാട്ടർമാർക്ക് കണ്ട് വലിയൊരു വിവാദമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വാട്ടർമാർക്ക് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഗൂഗിളിനകത്ത് തന്നെ നമുക്ക് വാട്ടർമാർക്ക് റിമൂവ് IO എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് അതിനകത്ത് കയറാം. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റാണ്. അതിൽ കയറിയിട്ട് നമുക്ക് നമ്മുടെ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ആ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് സമയം, ഒരു 30 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആ വാട്ടർമാർക്ക് കണ്ടില്ല, റിമൂവ് ആയിട്ടുണ്ട്. വാട്ടർമാർക്ക് നമുക്ക് കംപ്ലീറ്റ് നമുക്ക് റിമൂവ് ചെയ്തിട്ടുള്ള വെർഷൻ നമുക്ക് അവൈലബിൾ ആയി. ദെൻ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫൈനൽ പോസ്റ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലേ. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, AI ഉപയോഗിച്ചിട്ട് നമ്മുടെ പോസ്റ്റർ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഇതുപോലത്തെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ കീപ്പ് വാച്ചിങ്.